ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ചിക്കൻ വരട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഉരുളി വെക്കുക, അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 3 വലിയുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുക. ഞങ്ങൾ ഇവിടെ 1 കിലോന് ചിക്കൻക്കാണ് 3 വലിയുള്ളി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ 3 വലിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം അത് വാടട്ടെ. ഈ റെസിപ്പി നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഉരുളി തന്നെ ചെയ്യണം കേട്ടോ, അപ്പോൾ പൊളി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഇത് നല്ലോണം വാടി വരട്ടെ, നല്ലോണം വാടണം കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ട് വാട്ടിയെടുക്കുക. ഈ ഉരുളിയിൽ ഇങ്ങനെ വാട്ടാൻ നല്ല സുഖമാണ്. ചട്ടി അടി പിടിക്കൊന്നുമില്ല, ഉള്ളിയൊന്നും പെട്ടെന്ന് കരിഞ്ഞും പോകില്ല ചെറിയ തീയിലാണെങ്കിൽ. അപ്പോൾ നമ്മളൊരു 8 ഉള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ചതച്ചാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഞാൻ നല്ലോണം മിക്സാക്കി ഇളക്കിയെടുക്കുക. ഈ ചിക്കൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ വരട്ട്. ഇവിടുത്തെ ഉമ്മാൻ്റെ റെസിപ്പിയാണിത്. അത് കണ്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ. പൊളി ടേസ്റ്റാണ്. എന്നിട്ട് നല്ല വാടി വന്നിട്ട് ഒരു 4 പച്ചമുളക് അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് വലിയ പച്ചമുളക് ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നണം കുറേ ഉണ്ടെന്ന്. അപ്പോൾ 4 പച്ചമുളക് എടുത്താൽ മതി. അത് നടുമുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നല്ലൊരു സ്മെല്ലാട്ടോ, പച്ചമുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു നല്ലൊരു മണമാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും, അത് നമ്മൾ 1 കിലോ ചിക്കനക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ അളവ്, അത്ര എടുത്തിട്ട് അതിട്ട് കൊടുക്കുക. ഇനി നല്ലോണം വാട്ടിയെടുക്കുക. ചെറിയ തീയിൽ വാട്ടണം. അടുപ്പിലാവുമ്പോൾ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിൽ, അടുപ്പ് ചെറിയ തീയിലാക്കിയാണ്ട് കത്തിച്ച് വാട്ടിയെടുക്കുക. നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 3 തക്കാളി കട്ട് ചെയ്തത് അതിക്കിട്ട് കൊടുക്കുക. പെട്ടെന്ന് വാടും കേട്ടോ, അടുപ്പിലായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വാടി വരും. അതുകൊണ്ട് തോനെ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാകും. ഇനി നല്ലോണം അത് വാട്ടിയെടുക്കുക. എല്ലാ ഭാഗവും അരുത്തതൊക്കെ എടുത്ത് നടുക്കാക്കി ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ അവിടെ കിടന്ന് ഈ തക്കാളിയൊക്കെ ഒന്ന് വേവട്ടെ. ഇപ്പോൾ ഏകദേശമൊക്കെ ഇത് നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഉണ്ടല്ലോ, മസാല പൗഡർ, അതിട്ട് കൊടുക്കുക. ഞാൻ ചെറിയ ടേബിൾ സ്പൂണായിട്ട് ഇട്ടിരിക്കുന്നത്. തോന മസാല ഇട്ടണില്ല. ചിക്കനിൽ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പറഞ്ഞ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ലോണം മിക്സാക്കുക. നല്ലോണം. അപ്പോൾ നമുക്ക് തോന്നും ഇതിൽ വെളിച്ചെണ്ണയൊക്കെ കുറവാണെന്ന് തോന്നും. പക്ഷേ ഇതിൽ അത്യാവശ്യം കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇറങ്ങി വരും. നമ്മൾ അത്യാവശ്യം ആദ്യം ഒഴിച്ച് കൊടുത്തിരിക്കണമല്ലോ. അപ്പോൾ മാട്ടുമ്പോൾ കുറച്ചിങ്ങനെ ഫീൽ ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ റെഡിയായി വരും. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. ഇനി നമുക്ക് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ മല്ലിച്ചപ്പ്. പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോഴൊക്കെ തീനെ ചുരുക്കണം കേട്ടോ. നമ്മൾ ഗ്യാസിലാകുമ്പോൾ നമ്മൾ സിമ്മിലിട്ടും, ഇത് അടുപ്പുമ്മിലാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ ശേഷം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടതാണ്. അതിൻ്റെ ശേഷം എന്നിട്ട് നമുക്ക് ചിക്കന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ സുർക്ക, ഇതെല്ലാം കൂടി തേച്ച് വെച്ച മസാലയാണ്. ചിക്കന് വേറെ ഒന്നും ഇട്ടിട്ടില്ല. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം മിക്സാക്കുക. ഇനി നല്ലോണം എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ മസാലയൊക്കെ വെച്ച് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോഴൊക്കെ തീനെ നമ്മൾ ചുരുക്കണം, അല്ല ഞാൻ പണി കിട്ടും. ഇപ്പോൾ വെള്ളം നമ്മൾ പാരുന്നില്ലല്ലോ, വെള്ളമില്ലാതെ ഇപ്പോൾ നല്ലോണം മിക്സാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇനി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം മിക്സാക്കി എടുക്കുക. നമ്മൾ കുറച്ച് ടൈം നല്ലോണം ഇതിനെ മിക്സാക്കി ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. പെട്ടെന്ന് പരിപാടി ചെയ്ത് ഇതിനെ കുറച്ച് ക്ഷമ വേണം. ചെറിയ സിമ്മിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. ഈ റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ, ആരും മറക്കരുത്. ഇങ്ങനെ ഈ ഉരുളി തന്നെ മാക്സിമം കിട്ടാൻ നോക്കി ഉരുളി തന്നെ ചെയ്യണം. എന്നിട്ട് ഞാനൊരു ജ്യൂസ് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ്ടേ. 1 ഗ്ലാസ് മാത്രം വെള്ളം മതിട്ടാ. അത് നല്ല ഗ്രേവി അല്ല, എന്നാൽ പറ്റ ഡ്രൈ അല്ല, അങ്ങനത്തെ ഒരു പരിവൈകാരം വെന്ത് വരുമ്പോൾ. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ.
നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഗരം മസാല ഒക്കെ ഇട്ടില്ലേനാ അതിൻ്റെ സ്മെല്ലും മല്ലിച്ചപ്പും വെള്ളത്തിൻ്റെ സ്മെല്ലും ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ട് മൂക്കൊക്കെ. നല്ല കളർഫുൾ ഉണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ മസാല തേക്കുമല്ലോ, അപ്പോൾ നമുക്ക് ചിക്കൻ കളർ ഉണ്ടല്ലോ അത് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ റെഡ് കളർ ഇങ്ങനെ വരുള്ളൂ. ഇങ്ങനെ എല്ലാം തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കണം. ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഏകദേശമൊക്കെ ഇങ്ങനെ ഒന്ന് വറ്റി വരുമ്പോൾ അരിഞ്ഞിട്ട് കൊടുക്കണം മല്ലിച്ചപ്പ്. ഞാൻ അതിൽ കിടന്ന് ഒന്നും കൂടി മല്ലിച്ചപ്പൊക്കെ ഒന്ന് സെറ്റാവട്ടെ. ചെറിയ തീയായതുകൊണ്ട് ചിക്കൻ വേവാൻ നല്ല ടൈം എടുക്കും കേട്ടോ. ഈ വെള്ളമൊക്കെ വറ്റി വരണ്ട ചെറിയ തീയിലിങ്ങനെ കിടന്ന് നല്ല അടിപൊളിയായി വെന്ത് വരണം. നല്ല ടേസ്റ്റാണ്. ഞങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ റെസിപ്പി തന്നെ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. ഇങ്ങനെ ഉരുളി കിട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഇതിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കണം. എന്നിട്ട് ഏകദേശമൊക്കെ വെള്ളം വറ്റി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂണ് നമുക്ക് കുരുമുളക് പൊടി പൊടിച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നല്ലോണം മിക്സാക്കി എടുക്കുക. ചെറിയ തീയിലിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഡ്രൈ ആവാണ്ട്, നല്ല ഡ്രൈ ആയാലാണ് നല്ല പൊളി ടേസ്റ്റ് ഉണ്ടാവല്. അപ്പോൾ നല്ലോണം ഡ്രൈ ആവട്ടെ. നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് തക്കാളി സോസ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. അത് കൂടുതൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഒരു ടേബിൾ സ്പൂണ്, ഇനി 1.5 ടേബിൾ സ്പൂൺ അത്ര പാടുള്ളൂ. 1 കിലോ ചിക്കനിക്ക് കൂടുതലിട്ടാൽ മധുരക്കാരം കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. മധുരം ഉണ്ടാകുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്നും അത്ര രസം ഉണ്ടാവില്ല. അപ്പോൾ ഇതിക്ക് അത്ര മധുരം പാടില്ല, എന്നാൽ ചെറിയൊരു മധുരം അങ്ങനെ. അപ്പോൾ കുറച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏകദേശമൊക്കെ നമ്മളെ ചിക്കൻ വരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഒന്നും കൂടി നമുക്ക് മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് കൊടുക്കുക, ഒരു ഡെക്കറേഷന് അത്ര. പിന്നെ ഒരു ഫ്ലേവർ ആണേലും ലാസ്റ്റ് കുറച്ച് മാത്രം 2 ഇല്ലി മാത്രം അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. ഇതൊന്നിങ്ങനെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഗൈസ് ഇപ്പം തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. നല്ല കളർഫുള്ള് ചിക്കനാണ്. ഇതിപ്പോൾ തന്നെ കണ്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ തോന്നുക. നമുക്ക് എല്ലാത്തിൻ്റെ കൂടെയും ഇത് പറ്റും, ചപ്പാത്തിൻ്റെ കൂടെയും അതുപോലെ എല്ലാ റെസിപ്പിയും. നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ പൊളിയേക്കാരം കേട്ടോ. ഇതും ഈ വരട്ടും നെയ്ച്ചോറും പൊളി ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി, പൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അടുപ്പിൽ തീ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്തിട്ടിട്ട് കണലിങ്ങനെ കിടന്ന് ഒന്നിങ്ങനെ ചെറുങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ വറ്റി വരട്ടെ. നല്ല ഡ്രൈ ആവണം കേട്ടോ, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ ഏകദേശമൊക്കെ ഇത് റെഡിയായി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് റെഡി ആയിട്ടുണ്ട്, പൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.